ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിപ്പം ഇത് ആന്തൂറിയം നമ്മൾ എന്താ പറയുക ഒരു ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിറഞ്ഞ് അതിൻ്റെ പൂവൊക്കെ പിടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിങ്ങനെ തെങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ഒരുപാട് ചെടികളുണ്ട് അതിൽ. അപ്പോൾ അത് നമ്മൾ വേറെ ഒന്നിലേക്ക് മാറ്റി നടാൻ പോവാന്ന്. വേറെ ഒന്നിലല്ല, കുറേ എണ്ണത്തിലേക്ക്. അപ്പോൾ അതിന് ഞാനിപ്പം ആ ചട്ടിയിൽ നിന്ന് ഞാൻ മൊത്തം അത് പുറത്തെടുത്തു. അപ്പോൾ അതിലാണെങ്കിൽ നിറയെ വേരൊക്കെ പിടിച്ച് എന്താ പറയുക, മണ്ണ് തന്നെ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അത് മണ്ണ് പോലും ഇളകി വരുന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ സിമൻറ്റ് കത്തിയൊക്കെ എടുത്ത് അതിൻ്റെ മണ്ണൊക്കെ തട്ടിയെടുക്കുകയാണ്. എന്നാലും മണ്ണൊന്നും വരുന്നില്ല. എന്നിട്ടും ഞാൻ അതിനെ കുത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വേരുണ്ട്. അപ്പോൾ നമുക്ക് ആ വേരിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിൽ എത്ര തൈ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു 10-25 തൈയൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ചെടികൾ അങ്ങനെ ഉണ്ടാക്കാം. അതുകൊണ്ട് ഞാനിപ്പം അതിൻ്റെ ആ വേരൊക്കെ മൊത്തം കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ വേരിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിതൊക്കെ വേറെ വേറെ നടാൻ പോവാന്ന്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ മണ്ണും കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നിറയെ മണ്ണൊക്കെ ഇട്ട് നട്ടതാണ്. അപ്പോൾ അത് ഞാൻ വേരൊക്കെ പൊട്ടിച്ച് കളഞ്ഞത് ഇതുപോലെ അങ്ങ് എടുത്തിട്ടുണ്ട്. ഓരോന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എടുക്കുമ്പം 1-2 ഇലയോ ഒക്കെ അങ്ങനെ കാണുന്നില്ലൂ. നമ്മൾ ഓരോന്നും എടുക്കുമ്പോൾ അത് മൊത്തത്തിൽ കാണുമ്പോൾ അത്ര ഇലയുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നമ്മുടെ ഇത് ആദ്യം നട്ടത് വലിയതായിട്ട് തന്നെയുണ്ട്. അത് താഴെ വരെ അതിൻ്റെ വേരൊക്കെ കാണുന്നുണ്ട്. അതിൽ നിന്ന് വന്ന ചെറിയ ചെറിയ തൈകളാണ് ബാക്കിയൊക്കെ. അപ്പോൾ ഞാൻ ഇതൊക്കെ നമ്മളിപ്പം ചെടിച്ചട്ടിയിൽ നടുന്നില്ല. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി തന്നെ കുറച്ച് പ്ലാസ്റ്റിക്, നമ്മുടെ ഇതിന് നടാനുള്ള ചെടി നടാനുള്ള പ്ലാസ്റ്റിക് തന്നെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അതിലേക്കാണ് ആദ്യം നട്ടു കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം നട്ടത്. അതാണ് ഇതിന് നിറയെ വേര് താഴെ വരെ വലിയതാണ്. അതിൽ നിന്ന് വന്നതാണ് ബാക്കിയൊക്കെ. അപ്പോൾ അത് പൂവൊക്കെ പിടിച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വേറെ നടാൻ തീരുമാനിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെയുള്ള കവറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഓരോന്നായി നട്ടു കൊടുക്കാം. 1-2 എത്രയാണെന്ന് വെച്ചാൽ നട്ടു കൊടുക്കാം. ഞാൻ ഒരുപാട് കവറിലൊന്നും ആക്കിയിട്ടില്ല. ഒരു 10 കവർ എടുത്തിട്ടുണ്ട്. 10 കവർ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 2-3 എങ്ങനെയായാലും വെച്ച് കൊടുക്കാം. പിന്നെ ഇതിന് ഓൾസാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓൾറെഡി ഓൾസ് ഉണ്ട്. അപ്പോൾ 4 ഓൾസ് കൂടി ഉണ്ട്. അപ്പോൾ അതിലേക്ക് മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ചെടി അതിലേക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഞാനിത് മണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മണ്ണും കുറച്ച് ചാണകവളം എന്ന് വെച്ചാൽ കുറച്ച് ഉണങ്ങിയൊക്കെയാണ്, കുറച്ച് പൊടിച്ചൊക്കെ ഇട്ട് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തെടുത്തതാണ്. ഇതുപോലെ. എന്നിട്ട് ഞാൻ അതിൻ്റെ ബാക്കി വരുന്ന വേരൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ 1-2 വേര് ഇതുപോലെ അങ്ങ് വെച്ചാൽ മതി. എന്നിട്ടാണ് ഞാൻ നട്ടു കൊടുക്കുന്നത്. ഇതിൽ നമുക്കൊരു 3-4 ഇല, എല്ലാത്തിലും അങ്ങനെയൊന്നുമില്ല, 2-3 ഇലയൊക്കെ കാണും. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ടായത്. അതിൽ നിന്നുണ്ടായ തൈകളാണ് ഇത് മൊത്തം. അപ്പോൾ നമുക്ക് ഇത് ഇപ്പം എന്താ പറയുക, നമുക്ക് കുറച്ച് പൂവൊക്കെ പിടിച്ച് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇതുപോലെ നട്ടു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് 3 ഇലയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ അങ്ങ് നട്ടു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 10 കവറിലായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.